നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും എത്തുകയാണ് ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തല. ഇത്തവണ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള സിൽവർ ചെയിനുകളാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഫാൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മുൻപ് 18 കാരറ്റ് ഡയമണ്ട് പെൻഡന്റ് ഉപയോഗിച്ചിരുന്ന ചെയിനുകൾ പോലെ തന്നെയാണ് ഈ സിൽവറിലുള്ള ചെയിനുകൾ. ഇതിന്റെ കളർ 18 കാരറ്റ് ഗോൾഡിന്റെ റോസ് ഗോൾഡ് കളറാണ്. ഇതിനോടൊപ്പം തന്നെ വൈറ്റ് ഗോൾഡിന്റെ ഷെയ്ഡിലുള്ള റോഡിയം കോട്ടൺ മാലകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല പാറ്റേണുകളുണ്ട്. പിന്നെ ഇതില് പേള് വെച്ചിട്ടുള്ള ഡിസൈനുകളുണ്ട്. കൂടാതെ റൗണ്ട് ഡിസൈൻസ്, ഹേർട്ട് ഡിസൈൻസ്, ഫ്ലവർ ഡിസൈൻസ്, അങ്ങനെ പലതും നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ട്രെൻഡി ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് ചെയിനുകളാണ് പരിചയപ്പെടുത്തുന്നത്. സിൽവറിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സിൽവർ കറുക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് സിൽവർ കറുക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ഒരു കാര്യം. സിൽവറിൻ്റെ കറുപ്പ് കളർ എന്ന് പറയുന്നത് സിൽവർ ഓക്സിഡേഷൻ ആണ്. അതായത് ഓക്സിജനും സിൽവറും കൂടി ചേരുമ്പോൾ ഉണ്ടാകാവുന്ന ഓക്സിഡേഷൻ്റെ കളറാണ് ബ്ലാക്ക് കളർ. അതായത് നമ്മൾ ഇരുമ്പ് ഓക്സിഡേഷൻ നടക്കുമ്പോൾ തുരുമ്പുണ്ടാവുന്നത് പോലെ. അപ്പോൾ ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. സിൽവർ മോശമാകുന്നത് കൊണ്ടല്ല ഓക്സിഡേഷൻ ഉണ്ടാവുന്നത്. 2-3 കാരണങ്ങളുണ്ട് ഓക്സിഡേഷൻ പെട്ടെന്ന് കൂടാനുള്ള കാരണങ്ങൾ. സിൽവർ വെറുതെ വെച്ചാൽ കറുത്തു പോകും. ഞങ്ങൾ ഇവിടെ നിന്ന് തരുന്ന ഏത് ആഭരണങ്ങളും വെറുതെ കൊണ്ട് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾക്കുള്ളിൽ അത് കറുത്തു പോകും. അതാണ് സിൽവർ ഓക്സിഡേഷൻ നടക്കുന്നത്. പക്ഷേ ഈ കറുപ്പ് ചിലരിൽ പെട്ടെന്ന് ആക്റ്റീവ് ആകാനുള്ള കാരണം ചിലരുടെ വിയർപ്പിൽ ചില കാര്യങ്ങൾ കൂടുതൽ വരുമ്പോൾ, സൾഫറിൻ്റെ കണ്ടന്റ് കൂടുതൽ വരുമ്പോൾ, പിന്നെ നമ്മളുടെ വെള്ളത്തിൻ്റെ അവസ്ഥകൾ മാറുമ്പോൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ കളറ് മാറാറുണ്ട്. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഡിസിൻ, നമ്മൾ പനിക്കോ മല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചില മെഡിസിനുകളുടെ കെമിക്കലുകളിലും എഫക്റ്റുകൾ മൂലവും നമുക്ക് ഈ സിൽവർ ഉപയോഗത്തിൽ കറുത്ത കളർ കാണാറുണ്ട്. വെള്ളിയെക്കുറിച്ചുള്ള ഈ ഇൻഫർമേഷനുകളും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ബൈ ബൈ പ്രവീൺ.